ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇഷ്ടമാത്ര സീരിയലിന്റെ ക്ലൈമാക്സ് ആണെന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ആ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞ കേട്ടോ. പിന്നെ സീരിയൽ ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ റൺ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ വിചാരിക്കുള്ളൂ, തീരാനായിട്ടുണ്ടെന്നൊരു സംശയം. അപ്പൊ അങ്ങനത്തെ ഒരു പോസ്റ്റ് കൊണ്ട് വന്നപ്പോൾ ഞാൻ ക്ലൈമാക്സ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ക്ലൈമാക്സ് ആയെന്ന് പറഞ്ഞ പോസ്റ്റ് ഇട്ടത്. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെ ക്ലൈമാക്സ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ഈ സാധാരണ പോലെ തന്നെ കഥ തന്നെ തുടരാം. അങ്ങനെ നമ്മുടെ ഇഷിതയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ മഹേഷ് ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്ന കാഴ്ചകളൊക്കെ കാണുന്ന ഭാഗത്തോടെയാണ് നമ്മുടെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് തീരുമ്പോൾ കാണിക്കുന്നത് അല്ലെ. അങ്ങനെ പ്രിയാമണി അതിന് ഇഷിത വന്നതിന്റെ പുറകെ തന്നെ പ്രിയാമണിയും വരികയാണ്. പ്രിയാമണിയുടെ കൈ ഒരു തൂക്കുപാത്രം ഉണ്ട്, അതിൽ നിറയെ പാൽപ്പായസം കേട്ടോ. അപ്പോ ഇഷിത ഇങ്ങനെ അവരുടെ ഫ്ലാറ്റിലേക്കും ഇഷിത ചോദിക്കണ്ടല്ല, അമ്മ ഇതെന്താ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുമ്പോ സ്വപ്നം അല്ലേ പറയണ്ട്. അത് ഞാൻ പറയാം, പായസമായിരിക്കും അല്ലേ പ്രിയാമണി? അതെ, നല്ല സൂപ്പർ അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കിയിരിക്കണം. ആഹാ, കൊള്ളാലോ. സ്വപ്നവലി പറയണ്ട് പ്രിയാമണിക്ക് സന്തോഷം വന്ന അപ്പൊ പാൽപ്പായസം ഉണ്ടാക്കും എന്ന് പറയുമ്പോ ഇഷിത പറയണ്ട്, ഓ മഹേഷ് നടന്നതിന്റെ സന്തോഷം കൊണ്ടിട്ടായിരിക്കും അപ്പൊ പാൽപ്പായസം ഉണ്ടാക്കിയല്ലേ എന്ന് പറയുമ്പോ പ്രിയാമണി പറയണ്ട്, സത്യം പറഞ്ഞാൽ അത് മാത്രല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് എന്ന് പറയാണ്. അപ്പത്തേ മഹേഷ് പ്രിയാമണിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കാട്ടോ. അതെന്ത് കാര്യമേ? അതൊന്നും ഇല്ല, അല്ല സന്തോഷങ്ങളിൽ വന്നോണ്ടിരിക്കുകയല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയണം. എന്തായാലും എല്ലാവർക്കും പായസം കുടിച്ചിട്ടാവാം ഇനി വിശേഷം പറയല്. കുറെ ദിവസം പ്രിയാമയുടെ പായസം കുടിക്കണമെന്ന് വിചാരിക്കണതെന്ന് രാമൻ പറയണം. സ്വപ്നവലി പറയണ്ട, അതെ രാമന് ഷുഗർ കുറച്ച് കൂടി വരുന്നുണ്ട് എന്ന് പറയുമ്പോ ഇഷിത പറയണ്ട, അതെ അച്ഛൻ കുറച്ച് ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യണം, നല്ലതാണ് കേട്ടോ. മോളെ ഈ സന്തോഷം ഇത്തിരി പായസം കുടിക്കുന്നത് കുഴപ്പമില്ലല്ലോ. ശരി ഒരു അര ഗ്ലാസ് പായസം വേണമെങ്കിൽ കൊടുത്തോ എന്ന് പറയണം. അങ്ങനെ എല്ലാവരും പായസം എടുക്കാണ്. അപ്പൊ ഇഷിത മഹേഷ് പറയണ്ട, അമ്മേ ഞങ്ങൾക്കൊരു കപ്പിൽ പായസം മതി, ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിച്ചോളാം എന്ന് പറയണം. അങ്ങനെ ഒരു കപ്പിൽ പായസം മഹേഷിനെ കൊടുക്കാട്ടോ. മഹേഷ് ആ പായസത്തിന് കുറച്ച് ഇഷിതക്ക് കൊടുക്കുമ്പോ ഇഷിത പറയണ്ട്, മഹേഷ് എല്ലാവരും നോക്കുന്നു, മഹേഷിന്റെ ഒരു നാണമില്ല. അതെ, എന്റെ സ്നേഹം റൊമാൻസ് ഒക്കെ ഇങ്ങനെയാണ്, ഞാൻ പരിസരം നോക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പായസം കുടിപ്പിക്കാട്ടോ ഇഷിതനെ കൊണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ കൈയടിച്ച് പാസ്സാക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ആദ്യം രചനയും കൂടി അവിടേക്ക് വരുന്നത്. ബെല്ലടിക്കുമ്പോ മഹേഷ് പറയണ്ട്, ഇതാരാ ഈ സമയത്ത് എന്ന് പറയുമ്പോഴേക്കും ചിപ്പി വാതിൽ തുറക്കാട്ടോ. നോക്കുമ്പോ ആദ്യേട്ടൻ വന്നു ഡാഡി. ആദ്യേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു ഡാഡി നടക്കാൻ തുടങ്ങിയത്, ആദ്യേട്ടൻ വന്നു എന്ന് പറയുമ്പോ തന്നെ തൊട്ടു പിന്നാലെ രചനയും വരും കേട്ടോ. രചന നോക്കുമ്പോ മഹേഷ് ഇഷിതക്കിന്റെ പായസം കൊടുത്തോണ്ടിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഓ, മഹേഷ് നടന്നു തുടങ്ങിയെന്ന് മോള് പറഞ്ഞിരുന്നു, മഹേഷിനൊന്ന് കാണാനും വന്നതാണെന്ന് പറയാണ്. അതിനെന്താ രചന കേറ് എന്ന് പറയാണ്. പ്രിയാമണിക്ക് മാഷിനൊക്കെ ദേഷ്യം വരും കേട്ടോ. പിന്നെ ദേഷ്യമൊന്നും കാണിക്കുന്നില്ല, കാരണം മഹേഷിന്റെ ഉദ്ദേശം എന്താന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാം. രചനനെ കൊണ്ട് സത്യം തെളിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷ് രചനനെ അടുത്തിരുത്തിയേക്കണത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരാരും ഒന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ രചനക്കും പായസം കുറച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇഷിതാട്ടോ. കാരണം എല്ലാരും പായസം കൊടുക്കുമ്പോ രചനക്കും കൊടുക്കണമല്ലോ. ആദ്യക്കും കൊടുക്കുന്നുണ്ട്. ആദ്യം പറയുന്നുണ്ട് നല്ല രസമുണ്ട് ഈ പായസം, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദ്യം ചിപ്പിയും കൂടി റൂമിലേക്ക് പോകാണ്. അതിനുശേഷം മഹേഷ് ഇഷിതയും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. മാഷും പ്രിയാമണിയും പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങാണ്. ആ സമയത്ത് മഞ്ജുമിനെ തെരഞ്ഞുകൊണ്ടിരിക്കാട്ടോ രചന. നോക്കും മഞ്ജുമ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാണ്. അല്ല മഞ്ജുമ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് രചന ചോദിക്കുമ്പോ, ഞാൻ എന്തിനാ അവിടെ വന്നിട്ട്, അവിടെ ആഘോഷമല്ലേ, പായസം കുടിയല്ലേ, മഹേഷ് നടക്കാൻ തുടങ്ങിയതിന്റെ ആഘോഷമായിരിക്കും, അതിന്റെ സന്തോഷത്തിലായിരിക്കും പായസം കൊടുക്കണത് അല്ലേ മഞ്ജുമേ എന്ന് രചന ചോദിക്കുമ്പോഴേക്കും മഞ്ജുമ പറയണ്ട്, സത്യം പറയാലോ രചനെ, എനിക്ക് നല്ല സംശയമുണ്ട്, ഈ മഹേഷ് നടക്കാൻ തുടങ്ങിയതിലാണോ ഈ പായസം കൊടുക്കുന്നത്, അതോ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോന്ന്? നീ എന്താ ഉദ്ദേശിക്കണത്? അല്ല, വേറെ എന്തൊക്കെയോ സന്തോഷകാര്യമുണ്ട്, അത് എന്നോട് പറയാത്തതാ, മനഃപൂർവ്വം എന്തൊക്കെയോ വീട്ടിലെല്ലാരും ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എന്ന് മഞ്ജുമ പറയുമ്പോ രചന പറയണ്ട്, അതെ മഞ്ജുമേ, അതെന്താന്ന് നീ അന്വേഷിച്ചറിയണമല്ലോ. ഞാൻ എങ്ങനെ അന്വേഷിക്കാനാ? എന്നോട് ഇപ്പൊ ഒന്നും പറയാറില്ല, കാരണം ഞാൻ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് പറയുമല്ലോ, അതുകൊണ്ട് ഇപ്പൊ എന്നോട് ഒരു കാര്യം പറയാറില്ല എന്ന് പറയണം. എന്തായാലും നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്, നീ അന്വേഷിച്ച കണ്ടുപിടിക്കാൻ പറ്റും. അല്ല ഇപ്പൊ ഇഷിതയും മഹേഷും ഭയങ്കര സ്നേഹത്തിലാണല്ലോ എന്ന് രചന പറയുമ്പോ മഞ്ജുമ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം അവർ രണ്ടുപേരും ഒരുമിച്ചാ കിടന്നത്, അതാ രചന ഞാൻ നിന്നോട് പറഞ്ഞത്. ഇനി നീ അധികം നാള് അവിടെ ആകാശയുടെ വീട്ടിലിരിക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ വരാൻ പറയണതിന്റെ കാരണം ഇത് തന്നെയാണ്. പിന്നെ അവസാനം അവൾക്ക് എന്തെങ്കിലും പ്രഗ്നന്റോ അല്ലെങ്കിൽ വിശേഷമോ ആയി കഴിഞ്ഞാൽ നിനക്ക് ഒരിക്കലും ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ശരി, അതെന്തേ ഞാൻ ചെയ്യാം എന്ന് രചന പറയാണ്. മഹേഷ് രചനയെ വിളിക്കേണ്ട, രചന എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. രചന വളരെ സന്തോഷത്തോടു കൂടി തന്നെ മഹേഷിന്റെ അടുത്തേക്ക് പോവാട്ടോ. എന്താ മഹേഷ്, എന്താ എന്നോട് പറയാനുള്ളത്? അതെ, ആദ്യം ഒരു 2 ദിവസത്തേക്ക് എന്റെ കൂടെ ഒന്ന് വിടണം. എവിടെയാ മഹേഷ്? ഞാനൊരു 2 ദിവസത്തെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആണോ? ഞാനും വരാം. അയ്യോ രചന സോറി, ഞാൻ മക്കളെയും കൂട്ടിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കണം, പിന്നെ കൂടെ ഇഷിതയുണ്ട് എന്ന് പറയാണ്. ഓ അങ്ങനെയാണോ?
മഹേഷ് പറയുന്നുണ്ട്, രചന വിഷമിക്കണ്ട, ഞാനേ രചന സത്യങ്ങളൊക്കെ തെളിയിക്കില്ല, അതായത് ആകാശാണ് ഈ ആക്സിഡന്റ് നടത്തിയെന്നുള്ളത്. അങ്ങനെ രചന സത്യം തെളിയിക്കുമ്പോഴേക്കും രചനക്ക് ഒരു സർപ്രൈസ് ഞാൻ തരുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അപ്പൊ അങ്ങനെ മഹേഷ് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് രചന പറഞ്ഞിട്ട് ശരി ഞാൻ ആദ്യനെ വിടാം, കുഴപ്പമൊന്നുമില്ലത് പറയാണ്. അങ്ങനെ ആദ്യം ഇഷിതയും മഹേഷും ചിപ്പിയും കൂടി ചേർന്ന് ഒരു 2 ഡേയ്സിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യട്ടെ. അപ്പൊ മഹേഷ് ഇഷിതത്ത് പറയണ്ടോ, പിള്ളേർക്ക് ഇത് നല്ലൊരു അടിപൊളി ഒരു ട്രിപ്പാണ്, പക്ഷെ നമുക്കിത് ഹണിമൂൺ ട്രിപ്പാണ്. അയ്യോ, ഈ മഹേഷിന്റെ ഒരു കാര്യം, അതിന് ഹണിമൂണിന്റെ ഇനി ആവശ്യമൊന്നുമില്ലല്ലോ, നമ്മൾ തമ്മിൽ എപ്പോഴേ ഭാര്യ ഭർത്താക്കമായിട്ട് ജീവിക്കാൻ തുടങ്ങി. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എങ്കിലും പുറത്തു പോയിട്ട് ഈ ഹണിമൂൺ ആഘോഷിക്കണത് അതൊരു രസമല്ലേ, അതൊരു നല്ല സുഖമല്ല പരിപാടിയല്ലേ, അത്ര സുഖം അങ്ങോട്ട് വേണ്ടട്ടോ എന്ന് ഇഷിത പറയുമ്പോ അതെ ഞാൻ എല്ലാം പ്ലാൻ ചെയ്തു, നാളെ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങുന്നു എന്ന് പറയണം. അപ്പൊ രാമനാഥന്റെ സ്വപ്നത്തിൽ ഈ കാര്യം പറയുന്നുണ്ട് മഹേഷ്. അപ്പൊ അവര് പറയുന്നുണ്ട് മോളെ സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ മഹേഷ് പറഞ്ഞു അച്ഛ ഞങ്ങൾ ദൂരെ എവിടെയും പോകുന്നില്ല, ഇവിടെ ഒന്നൊരു 100 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ മൂന്നാറുണ്ട്, അവിടെയാണ് ഞങ്ങൾ പോണത്, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ അത്ര അടുത്താണോ, എന്നാ കുഴപ്പമില്ല. അപ്പൊ നിൽക്കണതൊക്കെയോ അവിടെ ഏതെങ്കിലും റിസോർട്ടിൽ നിൽക്കും, ഞാൻ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞുവല്ലേ, അതെ എന്ന് മഹേഷ് പറയാണ്. അങ്ങനെ ഇഷിതയും മഹേഷും ചിപ്പിയും ആദ്യം കൂടി ചേർന്ന് അടിപൊളി ട്രിപ്പ് പോവാട്ടോ. ട്രിപ്പിനിടയിൽ ഇഷിതയും മഹേഷും ഫുൾ ടൈം റൊമാൻസ് ആണ് കേട്ടോ. ഇഷിത വിചാരിക്കാത്ത തരത്തിലുള്ള റൊമാൻസും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. ശേഷം 2 ദിവസത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വരുന്നിട്ട് മഹേഷ് പഴയ പോലെ തന്നെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇഷിതയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. പക്ഷെ ഇഷിതക്ക് എന്തോ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് കഴിഞ്ഞിട്ട് 1 മാസമായിട്ടോ, ഇഷിതക്ക് എന്തോ വയ്യായികയും കാര്യങ്ങളൊക്കെ തോന്നുവാട്ടോ. അപ്പൊ ഇഷിതക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കണേന്ന്. ഇനി പ്രഷർ എങ്ങാനും കൂടിയതാണോ കുറഞ്ഞതാണോ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. പക്ഷെ ഇഷിത അത് മൈൻഡ് ചെയ്യുന്നില്ല, നേരെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി പോകുകയാണ്. കാർ പാർക്ക് ചെയ്യുന്ന കാർ എടുത്ത് കാറിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും ഇഷിതക്ക് തല കറക്കാൻ പോലെ വരുവാട്ടോ. അവിടെ തന്നെ തലകറങ്ങി വീടാണ് ഇഷിത. അപ്പോഴേക്കും സെക്യൂരിറ്റി അവിടേക്ക് വരുന്നുണ്ട്. മേഡം മേഡം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇഷിത എഴുന്നേക്കുന്നില്ല. ശേഷം മാഷിനെയും പ്രിയാമണ്ണനെയും വിളിച്ച് പറയുന്നുണ്ട്. അവര് വരുന്നുണ്ട്, രാമനാഥനെ സ്വപ്നവലി ഒക്കെ വരുന്നുണ്ട്. അയ്യോ എന്ത് പറ്റി എന്റെ മോൾക്ക് എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലിയും പ്രിയാമണിയൊക്കെ കരയാട്ടോ. ശേഷം ഇഷിതനെ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഡോക്ടർ വരുന്നുണ്ട്, ഇഷിതനെ നല്ല കാര്യമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ടെൻഷനാട്ടോ, എന്താണെന്ന്. പക്ഷെ ഇവര് ഇഷിത പ്രഗ്നന്റ് ആണെന്ന് അപ്പോഴും അവരാരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇഷിതക്ക് എന്തെങ്കിലും പറ്റിയോ ആ ഒരു ചിന്തയാണ് അവർക്ക്. അങ്ങനെ ഡോക്ടർ റിപ്പോർട്ടായിട്ട് വരികയാണ് ഇഷിതടുത്ത്. അപ്പൊ ഡോക്ടറോട് ചോദിക്കേണ്ട പ്രിയാമണി സ്വപ്നവലി എന്താ ഇഷിതക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോ അത് ഇഷിത ഒരു ഡോക്ടറാണല്ലോ, ഇഷിത നോക്കിയിട്ട് നിങ്ങളുടെ പറയും. എന്നാ ഇഷിത റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിശദമായിട്ട് നോക്കണം ഏട്ടാ, എല്ലാവരോടും പറയേണ്ട പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ ഇഷിതക്ക് ഒരു പേടിയുണ്ട്, ഇഷിത ഇനി തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ആലോചിക്കുകയാണ് ഇഷിത. റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോ കണ്ണ് തള്ളിപ്പോണ് ഇഷിതയുടെ. നോക്കുമ്പോ എന്താണ്, ഇഷിത പ്രഗ്നന്റ് ആണ്, 1.5 മാസം പ്രഗ്നന്റ് ആണ് ഇഷിത. അത് കാണുമ്പോ ഇഷിത പൊട്ടിക്കരയാട്ടോ. പ്രിയാമണി സ്വപ്നയിലെയും മോൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചു ഭയങ്കര കരച്ചിലാണ്. അയ്യോ അമ്മേ പ്രശ്നമൊന്നുമില്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറയാണ്. അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷാവാണ്. അപ്പൊ തന്നെ പ്രിയാമണി ഇത് നമ്മുടെ അഷിതേനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. മഹേഷിനും സന്തോഷാവാണ്. ഇനിയിപ്പോ ഇത് രചന അറിയുമ്പോഴുള്ള കോലാഹലാണ് കാണേണ്ടത്. എന്തായാലും ഇഷിത ഗർഭിണിയാണെന്നുള്ള പ്രൊമോ ആണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.